പശ്ചിമേഷ്യയിൽ തുടരുന്ന രൂക്ഷമായ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാവ്റോവ് രംഗത്തെത്തിയിരിക്കുന്നു. മേഖലയിലെ സംഘർഷങ്ങൾ നീണ്ടു നിൽക്കുന്നത് അമേരിക്കയ്ക്കോ ഇറാന് തന്നെയോ യാതൊരുവിധ നേട്ടവും ഉണ്ടാക്കില്ലെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത്. പ്രമുഖ പ്രാദേശിക സമുച്ചയമായ ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ ഉച്ചകോടിയുടെ ഇടവേളയിലാണ് അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച ഈ സുപ്രധാന പ്രസ്താവന ലാവ്റോവ് നടത്തിയത്. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന തീ അണയ്ക്കാൻ താല്പര്യമില്ലാത്ത ചില പ്രമുഖ ശക്തികൾ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി തുറന്നടിച്ചു. സംഘർഷം കൂടുതൽ കാലം നീട്ടിക്കൊണ്ടുപോകാനും അതിലൂടെ സ്വന്തം രാഷ്ട്രീയ സൈനിക അജണ്ടകൾ നടപ്പിലാക്കാനും ചില ശക്തികൾ ബോധപൂർവം ശ്രമിക്കുകയാണെന്നാണ് ലാവ്റോവിന്റെ ആരോപണം. ഇത് പശ്ചിമേഷ്യയെ മാത്രമല്ല മൊത്തം ആഗോള സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന നീക്കമാണ്. റഷ്യയും ചൈനയും ചേർന്ന് ഇറാനിലേക്ക് വലിയ തോതിൽ അത്യാധുനിക ആയുധങ്ങൾ കടത്തുന്നുവെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ആരോപണങ്ങളെ ലാവ്റോവ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇത്തരത്തിലുള്ള വാദങ്ങൾ തീർത്തും ലജ്ജാകരവും വസ്തുതാവിരുദ്ധവുമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയെയും ചൈനയെയും ഒറ്റപ്പെടുത്താനും മേഖലയിലെ സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കുവാനുമാണ് പാശ്ചാത്യ മാധ്യമങ്ങളും ഭരണാധികാരികളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനുമായുള്ള സഖ്യത്തെ ചൊല്ലിയുള്ള പാശ്ചാത്യ വിമർശനങ്ങളെ വിമർശിച്ച ലാവ്റോവ് അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ കൃത്യമായി തുറന്നുകാട്ടുകയും ചെയ്തു. മറ്റുള്ള രാജ്യങ്ങളുടെ സൈനിക സഹകരണത്തെ കുറ്റം പറയുന്ന അമേരിക്ക റഷ്യൻ മണ്ണിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ യുക്രൈന് എല്ലാവിധ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന വസ്തുത ലോകത്തിനു മുന്നിൽ അദ്ദേഹം വിളിച്ചോതി. റഷ്യൻ അതിർത്തി ലംഘിച്ചുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ US നേരിട്ട് പങ്കാളിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. യുക്രൈൻ സേനയ്ക്ക് അത്യാധുനിക ആയുധങ്ങളും പോരാട്ടത്തിന് ആവശ്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളും സൗജന്യമായി എത്തിച്ചു നൽകുന്നത് അമേരിക്കയാണെന്ന് ലാവ്റോവ് ചൂണ്ടിക്കാട്ടി. ഇത് വെറുമൊരു പിന്തുണയല്ല, മറിച്ച് റഷ്യക്കെതിരായ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുന്നതിന് തുല്യമാണ്. കൃത്യമായ കൃത്രിമോപഗ്രഹ വിവരങ്ങൾ നൽകി റഷ്യൻ പ്രദേശങ്ങളെ ലക്ഷ്യമിടാൻ യുക്രൈനെ സഹായിക്കുന്നത് അമേരിക്കൻ ഏജൻസികളാണ്. ഇതിനു പുറമെ സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് പോലുള്ള അത്യാധുനിക ഉപഗ്രഹ വിവര സാങ്കേതിക വിദ്യകൾ റഷ്യക്കെതിരായ സൈനിക നീക്കങ്ങൾക്കായി യുക്രൈൻ ദുരുപയോഗം ചെയ്യുന്നത് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയാണെന്നും ലാവ്റോവ് വ്യക്തമാക്കി. യുദ്ധകാലത്തിലെ ആശയവിനിമയത്തിനും ഡ്രോൺ ആക്രമണങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഇത്തരം സാങ്കേതിക വിദ്യകൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ അമേരിക്ക പുലർത്തുന്ന നിലപാടുകൾ അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയാണെന്ന് റഷ്യ കരുതുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്ര ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നതിന് പകരം സൈനിക വിന്യാസങ്ങൾ വർദ്ധിപ്പിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. ഇത് മേഖലയെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കും. ആസിയാൻ ഉച്ചകോടി പോലുള്ള ഒരു സുപ്രധാന അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് ലാവ്റോവ് നടത്തിയ ഈ തുറന്നടിക്കൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ മുന്നിൽ വെച്ച അമേരിക്കയുടെ പങ്ക് കൃത്യമായി വരച്ചുകാട്ടാൻ റഷ്യക്ക് കഴിഞ്ഞു. മേഖലയിലെ സമാധാനത്തിന് വൻ ശക്തികളുടെ ഉത്തരവാദിത്തമുള്ള ഇടപെടൽ അനിവാര്യമാണെന്ന് ഈ യോഗത്തിൽ ഊന്നി പറയപ്പെട്ടു. ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം നയതന്ത്രപരവും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതവുമാണെന്ന് ലാവ്റോവ് ആവർത്തിച്ചു. പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് സ്വാഭാവികമായ ഒരു നീക്കമാണ്. എന്നാൽ ഇതിനെ വൻ സൈനിക ഭീഷണിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ പാശ്ചാത്യ ശക്തികളുടെ നിക്ഷിപ്ത താൽപര്യങ്ങളുടെ ഭാഗമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന ഇത്തരം നയങ്ങൾ അമേരിക്ക അവസാനിപ്പിക്കണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊരു നീക്കത്തിനും തക്കതായ മറുപടി നൽകാൻ റഷ്യ സജ്ജമാണ്. യുക്രൈൻ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെടുന്നത് നിർത്തിയാൽ മാത്രമേ ആഗോളതലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരത ആഗോള വിപണിയെയും എണ്ണവിലയെയും കടുത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അമേരിക്കയുടെ നിലപാടുകൾ കാരണം നയതന്ത്രപരമായ പരിഹാര സാധ്യതകൾ മങ്ങുകയാണ്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് തയ്യാറാണെങ്കിലും വാഷിംഗ്ടണിന്റെ നിലപാടുകളാണ് ഇതിന് തടസ്സമാകുന്നത്. അമേരിക്കൻ വിദേശ നയം ലോകത്തെമ്പാടും സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായി മാറിയെന്ന് ലാവ്റോവ് കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ഒരുപോലെ യുദ്ധാന്തരീക്ഷം നിലനിർത്തുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയാണ്. ഇത്തരം ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്ന സന്ദേശമാണ് റഷ്യ നൽകുന്നത്. റഷ്യൻ മണ്ണിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. യുക്രൈൻ നൽകുന്ന സഹായങ്ങൾ ഒടുവിൽ തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന കാര്യം അമേരിക്കൻ ഭരണാധികാരികൾ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് ലാവ്റോവ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെയും കിഴക്കൻ യൂറോപ്പിലെയും സംഭവ വികാസങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് ഈ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ
വൻ ശക്തികൾ തമ്മിലുള്ള വാക്കേറ്റങ്ങളും ആരോപണങ്ങളും കനക്കുകയാണ്. ഇത് പുതിയൊരു ശീതയുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്കാണ് ലോകത്തെ നയിക്കുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ഈ കടുത്ത നിലപാട് അമേരിക്കയ്ക്കും പാശ്ചാത്യ സഖ്യത്തിനും വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് മറ്റുള്ളവർക്ക് മേൽ കുറ്റം ആരോപിക്കുന്ന അമേരിക്കൻ രീതി ഇനി വെച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന് റഷ്യ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെയും യുക്രൈനിലെയും വസ്തുതകൾ ലോകത്തിനു മുന്നിൽ വെക്കാൻ റഷ്യ ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചു.